ഗുജറാത്തിലെ BJP ഘടകത്തിന് നല്ലപോലെ ഭയമുണ്ട്. മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട്. കേവല ഭൂരിപക്ഷം അവർക്കുണ്ട് താനും. അവർക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് നിയമസഭയിൽ. 86%-ലധികം സീറ്റുകൾ അവർ വിജയിച്ചു കയറിയതാണ് 2022 ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പോലും എന്തുകൊണ്ട് അവരെ ഭയം അലട്ടുന്നു എന്നത് വലിയ ചോദ്യമാണ്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞ ഒരു പ്രസ്താവന തന്നെയാണ് അതിന് കാരണമായത്. പക്ഷേ അത് ഇത്രത്തോളം ഇഫക്റ്റീവ് ആകും ചുരുങ്ങിയ നാൾ കൊണ്ട് എന്നത് BJP സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞത് ഗുജറാത്തിൽ നിങ്ങളുടെ സർക്കാർ അടുത്ത തവണ വരില്ല എന്നും ഞങ്ങൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഗുജറാത്തിൽ നിങ്ങളെ തറ പറ്റിക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കൊടുത്ത വാക്ക്. ഒരുപക്ഷെ പ്രതിപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഗുജറാത്തിലെ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറഞ്ഞാൽ 2 പാർട്ടികൾ വരുന്നുണ്ട്. ഒന്ന് ആം ആദ്മി പാർട്ടിയും മറ്റൊന്ന് വർഷങ്ങളായി അവിടെ പ്രതിപക്ഷത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സീറ്റ് ലോക്സഭയിൽ കോൺഗ്രസ് പതിവ് തെറ്റിച്ച് നേടിയെടുത്തപ്പോൾ BJP കേന്ദ്രങ്ങളിൽ അമ്പരപ്പാണ് ഉണ്ടായത്. BJPയുടെ ശക്തി ദുർഗമെന്നും കാവിക്കോട്ടയെന്നും പറയുന്ന ഗുജറാത്തിൽ അങ്ങനെ ഒരു വിള്ളൽ വീണത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. സൂററ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ വിജയം, അതായത് എതിരാളിയെ പോലും നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷാദത്തിൽ നിൽക്കുകയായിരുന്നു കോൺഗ്രസ് എന്നാണ് BJP കരുതിയത്. വാസ്തവത്തിൽ BJPക്ക് കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. BJPയുടെ തന്നെ ചില MLA മാർ കോൺഗ്രസ്സിലേക്ക് ചേരാൻ കൃത്യമായി നീക്കം നടത്തുന്നു എന്നതും, അതുമാത്രമല്ല BJPക്ക് എതിരായി വോട്ട് ചെയ്യാൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവ് വരുമ്പോൾ ആലോചിക്കുന്നതായി BJPയിൽ തന്നെ ഉള്ള വിമതപക്ഷം ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. BJP അവിടെ റിബൽ സ്ഥാനാർത്ഥികളെ ഇറക്കി രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവരെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയിരിക്കുന്നത്. പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയതോടെ അമിത്ഷായും ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഗുജറാത്ത് ശക്തിദുർഗം കൈവിടാൻ ഒരിക്കലും മനസ്സ് വരില്ല അമിത്ഷായ്ക്ക്. ഉത്തർപ്രദേശിലോ എവിടെയൊക്കെ കർമ്മമണ്ഡലമായി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞാലും വാസ്തവത്തിൽ അമിത്ഷായ്ക്കും മോദിക്കും ഗുജറാത്ത് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും അവരുടെ പ്രിയപ്പെട്ട തട്ടകം. അവിടെ ഒരു പോറൽ പറ്റിയാൽ അവരുടെ ചങ്കിടിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അടിക്കുമ്പോൾ മർമ്മത്തിൽ നോക്കി അടിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി അണികളോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് ഗുജറാത്തിൽ തന്നെ കൃത്യമായി മറുപണി കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുക്തമാക്കുമെന്നും ഭാരതത്തിൽ നിന്നും തൂത്തെറിയും എന്നും പറഞ്ഞ വർഗീയവാദികളോട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പോരാടാനാണ് കൃത്യമായും നിർദ്ദേശം രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കവുമായി ഗുജറാത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത്. നമുക്കറിയാം, അഹമ്മദ് പട്ടേൽ ജീവിച്ചിരുന്നപ്പോൾ BJPയുടെ പല നെറുകേടുകളെയും എതിർത്ത ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ പല നേതാക്കളും ഉയർന്നു വരികയാണ്. ജിഗ്നേഷ് മേവാനി അടക്കമുള്ളവരിൽ വലിയ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്.